ChatGPT ഉപയോഗിച്ച് ഒരു യൂട്യൂബ് തമ്പനെയിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. ChatGPTയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. മലബാർ ചിക്കൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ് എൻ്റെ യൂട്യൂബ് വീഡിയോ. അതിന് പറ്റിയൊരു തമ്പനെയിൽ ഡിസൈൻ ചെയ്യാനായിട്ട് എൻ്റെ ഫോട്ടോ ഞാനിവിടേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ആഡ് ഫയൽസ് ആൻഡ് മോർ, ആഡ് ഫോട്ടോസ് ആൻഡ് ഫയൽസ്, ഫോട്ടോ സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ. ഈ കാണുന്ന ഇൻപുട്ട് ബോക്സിൽ നമ്മളുടെ ആവശ്യം ഇംഗ്ലീഷിലോ മലയാളത്തിലോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ChatGPTയുടെ ഡിക്റ്റേറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഓറലായിട്ടും ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിർദ്ദേശങ്ങൾ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഡിക്റ്റേറ്റ് എന്ന ഓപ്ഷനാണ് ഉപയോഗിക്കുക. ഈ മൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഞാൻ പറയുന്നത് ChatGPTക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. ഡിക്റ്റേറ്റ്. മലബാർ ചിക്കൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ച് ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്തു. ഞാനിവിടെ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ഉപയോഗിച്ചിട്ട് ആ വീഡിയോയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു തമ്പനെയിൽ തയ്യാറാക്കുക. ഇടതുവശത്ത് മലബാർ ചിക്കൻ ബിരിയാണിയുടെ ഒരു ഹൈ ക്വാളിറ്റി പിക്ചർ, വലതുവശത്ത് എൻ്റെ ഫോട്ടോ ക്ലോസപ്പിൽ കാണിക്കുക. ഞാൻ ക്യാമറയിലേക്ക് നോക്കി ബിരിയാണിയിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിലായിരിക്കണം പിക്ചർ. ഇതോടൊപ്പം രുചികരമായ മലബാർ ചിക്കൻ ബിരിയാണി തയ്യാറാക്കാം എന്ന ടെക്സ്റ്റ് 3 വരികളിലായിട്ട് കാണിക്കുക. 16:9 ആസ്പെക്ട് റേഷ്യോ ഉള്ള ഒരു സിമ്പിൾ ആൻഡ് ക്ലീൻ തമ്പനെയിലാണ് വേണ്ടത്. നോക്കുക, എൻ്റെ വോയിസ് ChatGPT മലയാളം വാചകങ്ങളാക്കി മാറ്റിയിരിക്കുന്നത് കാണാം. ഈ പ്രോംപ്റ്റ് ഉപയോഗിച്ച് തമ്പനെയിൽ ഡിസൈൻ ചെയ്യാനായിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്രിയേറ്റിംഗ് ഇമേജ്. നോക്കുക, നമ്മളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ChatGPT ഒരു തമ്പനെയിൽ ഡിസൈൻ ചെയ്തു. തമ്പനെയിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഈ തമ്പനെയിലിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിലൊരു വാച്ച് ആഡ് ചെയ്യാനായിട്ട് ഇനി ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കിച്ചൺ ആഡ് ചെയ്യാനായിട്ട് മൂന്നാമതായിട്ട് ബിരിയാണിയിൽ നിന്നും ആവി പറക്കുന്ന ഒരു ഇഫക്റ്റോട് ആഡ് ചെയ്യുന്നു. കയ്യിൽ വാച്ച് വന്നു, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കിച്ചൺ. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബിരിയാണിയിൽ നിന്ന് ആവി പറക്കുന്നത് കാണാം. തമ്പനെയിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളൊരു ഔട്ട്പുട്ട് കിട്ടുന്നവരേക്കും എത്ര തവണ വേണമെങ്കിലും ChatGPT ഉപയോഗിച്ചിട്ട് നമുക്ക് തമ്പനെയിൽ മോഡിഫൈ ചെയ്യാവുന്നതാണ്.